കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 18, തിരുവചനങ്ങൾ 9 മുതൽ. അക്കാലത്ത് തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. 2 പേർ പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരിസേയനും മറ്റേയാൾ ചുങ്കക്കാരനും. ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ഈ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട്, ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ ആ ഫരിസേയനേക്കാൾ നീതിമത്കരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ നോമ്പുകാലത്തിലെ 3-ാമത്തെ ആഴ്ച നമ്മൾ പിന്നിടുമ്പോൾ വളരെ കാര്യഗൗരവമായി തന്നെ നമുക്ക് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും പറ്റിയ ഒരു സുവിശേഷ ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. പ്രത്യക്ഷത്തിൽ ഇതൊരു പ്രാർത്ഥനയെക്കുറിച്ചുള്ള വചനഭാഗമാണെന്ന് കരുതിയാലും യഥാർത്ഥത്തിൽ കർത്താവ് ഇത് പറയുന്നത് അഹങ്കാരത്തെക്കുറിച്ചും സ്വയം നീതീകരണത്തെക്കുറിച്ചും പൊങ്ങച്ചത്തെക്കുറിച്ചും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഇത് സുവിശേഷം ഇങ്ങനെ തുടങ്ങിയത്: തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവനോട് അവൻ ഈ ഉപമ പറഞ്ഞു. നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഹൃദയത്തിൻ്റെ നിലപാട്, മനോഭാവത്തെക്കുറിച്ചാണ് കർത്താവ് നമ്മോട് പറയുന്നത്. ആദ്യമായെന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഹോസിയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചു കേട്ടത്: വരുവിൻ, നമുക്ക് കർത്താവിലേക്ക് മടങ്ങിപ്പോകാം. അവിടുന്ന് തന്നെ നമ്മെ ചീന്തിക്കളഞ്ഞു, അവിടുന്ന് തന്നെ നമ്മെ സുഖപ്പെടുത്തും. അതായത് നമ്മുടെ അഹങ്കാര നിമിത്തം, നമ്മുടെ പാപങ്ങൾ നിമിത്തം ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കാത്തത് കൊണ്ട് ദൈവം തന്നെ നമ്മളെ അകറ്റിവിട്ടു. എന്നാൽ നമ്മൾ തിരിച്ചു ചെന്നാൽ ദൈവം നമ്മളെ സ്വീകരിക്കും. അവസാനം ഇന്നത്തെ വായനയുടെ അവസാനം പറഞ്ഞത്: ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഞാൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളുടെ കണക്കല്ല. കർത്താവ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഞാൻ നേടിയെടുത്തു എന്ന് അഹങ്കരിക്കുന്ന ആത്മീയമായ നേട്ടങ്ങളല്ല. കർത്താവ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പച്ചയായ സ്നേഹമാണ്. കർത്താവ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ ദൈവത്തിന് കൊടുക്കേണ്ട സ്നേഹമാണ്. ഞാനും ദൈവവും തമ്മിൽ പ്രാർത്ഥനയിലായിരിക്കും എന്ന് പറഞ്ഞിട്ട് എനിക്ക് ദൈവത്തോട് സ്നേഹത്തിലാകാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന പാഴാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കി ചോദിക്കേണ്ടത് എത്രമാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നല്ല, എത്രമാത്രം ത്യാഗമെടുക്കുന്നുണ്ട് എന്നല്ല, എത്രമാത്രം നോമ്പ് നോക്കുന്നുണ്ട് എന്നല്ല, പിന്നെയോ ഞാൻ ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിൻ്റെ എലമെന്റ് ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറിപ്പോയാൽ അവിടെ അത് വ്യാപാരമായി പോകും, അവിടെ അതൊരു ബിസിനസ് ഡീൽ പോലെ ആയിപ്പോകും. അതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ഫരിസേയന്റെ ജീവിതത്തിലേക്ക് നോക്കി നമുക്ക് കാണാൻ പറ്റും. ഫരിസേയൻ എങ്ങനെയാ പ്രാർത്ഥിച്ചത്? അവൻ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. അവൻ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. നമ്മൾ ദേവാലയത്തിലായിരിക്കുമ്പോൾ നമ്മൾ വിശുദ്ധ ബലിയുടെ മധ്യയെ നമ്മൾ എടുക്കുന്ന ഓരോ പോസ്റ്റേഴ്സ്, നിൽക്കുന്നതിനും ഇരിക്കുന്നതിനും മുട്ടുകുത്തുന്നതിനും കുമ്പിടുന്നതിനും കൈകൾ കൂപ്പുന്നതിനും ഒക്കെ അർത്ഥമുണ്ട്. നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, ഫരിസേയൻ നിന്നു പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ അവിടെ എന്താ അർത്ഥം? അവൻ ദൈവത്തോട് തന്നെ തന്നെ ഈക്വൽ ആക്കുവാണ്. ദൈവസന്നിധിയിൽ നിന്നുകൊണ്ടാണ് അവൻ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്. തന്നെ തന്നെ എളിമപ്പെട്ട് മുട്ടുകുത്താനോ, ദൈവസന്നിധിയിൽ കുമ്പിടാനോ, ദൈവത്തിന് മുൻപിൽ കരങ്ങൾ കൂപ്പാനോ, ദൈവസന്നിധിയിൽ എളിമയോടെ ആയിരിക്കാനോ അവൻ മനസ്സ് കാണിക്കുന്നില്ല. സ്വന്തം ജീവിതത്തിലേക്ക് നോക്കി അവൻ സ്വയം അഹങ്കരിക്കുകയാണ്. നമ്മുടെയൊക്കെ ദേവാലയത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് മുട്ടുകുത്താൻ മടി കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് അവസാന നിമിഷം വരെ ഇരുന്നിട്ട് അവസാന നിമിഷം എഴുന്നേക്കേണ്ടപ്പോൾ മാത്രം എഴുന്നേക്കുന്നത്?
അല്ലെ? മുട്ടുകുത്തി എത്ര നേരം കൂടുതൽ നിൽക്കാമെന്നുള്ളതിനേക്കാൾ എപ്പം കൂടുതൽ ചാടി എണീക്കാമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമായിരിക്കാം. നമ്മുടെ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്, നമ്മുടെ മനോഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ 1 മണിക്കൂർ മുട്ടിന്മേൽ നിന്നിട്ടും ദൈവസന്നിധിയിൽ എളിമപ്പെടാൻ പറ്റിയില്ലെങ്കിൽ ആ മുട്ടുകുത്തി നിൽക്കുന്നത് വെറുതെയാണ്. ദൈവം നോക്കുന്നത് ഞാൻ എത്ര നേരം മുട്ടുകുത്തി നിൽക്കുന്നുണ്ട് എന്നല്ല, എൻ്റെ ഹൃദയം എത്രമാത്രം ദൈവസന്നിധിയിൽ എളിമപ്പെടുന്നുണ്ടെന്നാണ്. ആ എളിമയാണ് നമ്മുടെ പ്രവൃത്തിയിൽ റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഫരിസയൻ നിന്നുകൊണ്ട് സ്വയം പൊക്കിയടിക്കുവാണ്, അല്ലേ? ഞാൻ എന്തൊക്കെ നേടി. ദൈവത്തോട് അവൻ പ്രാർത്ഥന ചോദിക്കുന്നില്ല, അവൻ ദൈവത്തെ ആരാധിക്കുന്നില്ല, അവൻ ദൈവത്തിൻ്റെ മുൻപിൽ അനുതപിക്കുന്നില്ല, അവൻ ദൈവത്തിന് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നന്ദി പറയുന്നില്ല. പിന്നെയോ തൻ്റെ നേട്ടങ്ങൾ, തൻ്റെ സ്റ്റാൻഡ്, തൻ്റെ യശസ്, തൻ്റെ പ്രശസ്തി, തനിക്ക് ഉള്ളതിനെയെല്ലാം അവൻ ദൈവത്തോട് പ്രഘോഷിക്കുകയാണ്. അവൻ ദൈവത്തോട് പ്രഘോഷിക്കുകയാണ് തന്നെക്കുറിച്ച്. അവിടെ ഒരു പ്രാർത്ഥന നമ്മൾ കാണുന്നില്ല. അവൻ ദൈവത്തോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താണ്? സ്വന്തം സഹോദരനെ കുറിച്ച് അവൻ്റെ എല്ലാ തരത്തിലുള്ള മുൻവിധികളെ അവൻ പറയാണ്. തൻ്റെ അടുത്ത് നിൽക്കുന്ന സഹോദരൻ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് അവൻ അറിയത്തില്ല. എന്നിട്ടും മറ്റുള്ളവരെ കാറ്റഗറൈസ് ചെയ്ത് പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഫരിസയൻ പോവുകയാണ്. അവരെല്ലാവരും വ്യഭിചാരികളാണ്, അവരെല്ലാവരും അക്രമികളാണ്, അവരെല്ലാവരും നീതിരഹിതരാണ്. ഈ ലോകത്തിൽ നീതിമാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും പോക്കാണ്. ഈ ലോകത്തിൽ നല്ലവനായിട്ടും പ്രാർത്ഥിക്കുന്നവനായിട്ടും വിശുദ്ധിയിൽ ജീവിക്കുന്നവനായിട്ടും ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ശരിയല്ല. അതായത് സ്വയം മറ്റുള്ളവരെക്കാൾ ഉയരത്തിൽ തന്നെ ഉയർത്തുന്ന മനോഭാവം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ഉള്ള മനോഭാവം, സ്വയം നീതീകരിക്കുന്ന മനോഭാവം. ഐ ആം ഓൾവേസ് റൈറ്റ്, ഞാൻ പറയുന്നതാണ് ശരി, എൻ്റെ നിലപാടാണ് ശരി, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളാണ് ശരി. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കാനോ അവരെ അവരായിട്ട് മനസ്സിലാക്കാനോ തുനിയാതെ തന്നിലേക്ക് മാത്രം നോക്കി തന്നെ നീതീകരിക്കുന്ന സ്വഭാവം. ധ്യാനത്തിന് വരുമ്പോൾ, കുമ്പസാരത്തിനായിട്ട് ആളുകളെ ഒരുക്കുമ്പോൾ അവരോട് വളരെ കർശനമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ കുമ്പസാരക്കൂട്ടിൽ ഒരിക്കലും ന്യായവാദങ്ങളും നീതീകരണങ്ങളും നടത്തരുത്. ചിലപ്പോൾ കുമ്പസാരിക്കാൻ ചെന്നിട്ട് ഒരു പാപം പറയുന്നതിന് മുമ്പ് പറയും, ഈ ചെയ്തതിനൊക്കെയും എൻ്റെ അമ്മായിമ്മ അങ്ങനെ ആയതുകൊണ്ടാണ്, എൻ്റെ അപ്പൻ അങ്ങനെ ആയതുകൊണ്ടാണ്, എൻ്റെ അമ്മ അങ്ങനെ ആയതുകൊണ്ടാണ്, കൂട്ടുകാരങ്ങനെ ആയതുകൊണ്ടാണ്, നാട്ടുകാരങ്ങനെ ആയതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ചെയ്തത്. അതായത് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് പകരം സ്വയം നീതീകരിക്കുകയാണ്. ഞാൻ ഈ ചെയ്തതിനെല്ലാം കാരണം ഞാനല്ല, ബാക്കിയുള്ളവരെല്ലാം കാരണമാണ് ഞാനിത് ചെയ്തത്. ഈശോയിൽ പ്രിയമുള്ളവരെ, കർത്താവ് ഇത്തരത്തിലുള്ള ഒരു ഫരിസേയിക് മനോഭാവത്തോട് എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലുമുള്ള ഫരിസേയനെ പുറത്തെറിയണമെന്നാണ് ഇന്നത്തെ വചനത്തിൽ കർത്താവ് പറയുന്നത്. ദൈവസന്നിധിയിൽ തൻ്റെ നേട്ടങ്ങളെല്ലാം നിരയായിട്ട് അക്കമിട്ട് എണ്ണി വെച്ചത് കൊണ്ട് ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, ഞാൻ ഇവരെ പോലെ ആരെ പോലെയുമല്ല, ഞാൻ ദശാംശം കൊടുക്കുന്നു, ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് ദൈവത്തോട് അവൻ വീമ്പടിക്കുകയാണ്. അവൻ്റെ പ്രാർത്ഥനയിൽ ദൈവം സംപ്രീതനാകുന്നില്ല. കാരണം ദൈവത്തെ അവൻ മാനിക്കുന്നില്ല, ദൈവത്തെ അവൻ സ്നേഹിക്കുന്നില്ല, ദൈവത്തെ അവൻ ആരാധിക്കുന്നില്ല. സ്വന്തം ജീവിതത്തിൻ്റെ മഹത്വത്തിൽ, സെൽഫ് ഗ്ലോറിയിൽ അവനിങ്ങനെ മുങ്ങിത്താഴുകയാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് നമുക്ക് പോലും പറ്റുന്ന ഏറ്റവും ഒരു ചെറിയ, അറിയാതെ പോലും പറ്റുന്നൊരു മിസ്റ്റേക്കാണ്, ഞാൻ ഇത്രമാത്രം നോമ്പ് നോക്കിയല്ലോ എന്നോർത്ത് നമ്മുടെ പരിത്യാഗങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കും. ഞാൻ ഇറച്ചിക്ക് നോമ്പ് നോക്കുന്നുണ്ട്, മീന് നോമ്പ് നോക്കുന്നുണ്ട്, ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇത് ചെയ്യുന്നുണ്ട്, വാ ഞാൻ അടിപൊളിയല്ലേ, അല്ലേ? ഞാൻ അടിപൊളിയല്ലേ, ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നില്ലേ, അപ്പോൾ ദൈവത്തിന് എന്നോട് ഭയങ്കര ഇഷ്ടമായിരിക്കൂലേ, ഞാൻ ഇത്രയൊക്കെ ചെയ്തത് കൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിക്കൂലേ, ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് ദൈവം എന്നോട് ഭയങ്കര സ്നേഹമായിരിക്കുമല്ലേ. ദൈവം എന്നോട് ചോദിക്കുന്നത്, നിന്റെ ഹൃദയത്തിൽ നിന്റെ മനോഭാവം എന്താ? നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ സൽപ്രവൃത്തികളാണ് നിന്നെ നീതിവൽക്കരിക്കുന്നത്? നിന്നെ ദൈവസന്നിധിയിൽ പ്രീതിയുള്ളവനും സംപ്രീതിയുള്ളവനുമാക്കി തീർക്കുന്നത് നിന്റെ കഴിവാണെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നിർദ്ദയനായ ഭൃത്യന് തൻ്റെ സഹോദരനോട് ക്ഷമിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യവും അതുതന്നെയാണ്. സ്വന്തം സാമർഥ്യം കൊണ്ടാണ് തൻ്റെ തെറ്റ് ക്ഷമിക്കപ്പെട്ടതെന്ന് അവൻ കരുതി. ഈ ഫരിസയൻ വിചാരിച്ചു, ദൈവം എന്നെ അനുഗ്രഹിക്കും, ഞാൻ രക്ഷ പ്രാപിക്കും, കാരണം എൻ്റെ കഴിവ്, എൻ്റെ പ്രവൃത്തി, എൻ്റെ പരിത്യാഗം, എൻ്റെ പ്രാർത്ഥന. ദൈവം നോക്കുന്നത് നിന്റെ ഹൃദയത്തിലേക്കാണ്. നീ ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു, സഹോദരനെ എത്രമാത്രം സ്നേഹിക്കുന്നു, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നീ നിൽക്കേണ്ടിടത്താണോ നീ നിൽക്കുന്നത്? ദൈവവുമായിട്ടുള്ള നിന്റെ ബന്ധത്തിൽ സ്വയം എളിമപ്പെട്ട് നിന്റെ സ്ഥാനം തിരിച്ചറിയാൻ നിനക്ക് പറ്റുന്നുണ്ടോ? അത് തിരിച്ചറിഞ്ഞത് ആ ചുങ്കക്കാരനാണ്. അവന് മനസ്സിലായി, ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കാൻ പോലും യോഗ്യത എനിക്കില്ല, ഞാൻ പാപിയാണ്, എനിക്ക് തെറ്റുകൾ പറ്റി, ഞാൻ പാപം ചെയ്തു,
ദൈവമേ, നിന്റെ മുൻപിൽ നിൽക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. അതിനാൽ എനിക്ക് ഒന്നേ പ്രാർത്ഥിക്കാനുള്ളൂ, എന്നോട് കരുണ തോന്നണം. സ്വന്തം നില തിരിച്ചറിഞ്ഞതുകൊണ്ടും സ്വന്തം ജീവിതത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ടും പാപി എന്ന് ലോകം മുദ്ര കുത്തിയ ആ മനുഷ്യന് ദൈവസന്നിധിയിൽ കൂടുതൽ കൃപ ലഭിച്ചു. പ്രിയമുള്ളവരെ, ഈ ഒരു ചെറിയ ഉപമ നമ്മളെ ഒത്തിരി ആഴത്തിൽ ചിന്തിപ്പിക്കണം. ഞാനല്ല എല്ലാത്തിൻ്റെയും മാനദണ്ഡം, ഞാനല്ല എല്ലാത്തിൻ്റെയും ഫോക്കസ്, ഞാനല്ല ഈ ലോകത്തിൽ എല്ലാത്തിൻ്റെയും സെൻറ്റർ പോയിന്റ്. എന്നെ, ഞാനായിരിക്കുന്ന വിഗ്രഹമാകുന്ന എന്നെ മാറ്റി അവിടെ ദൈവത്തെ സ്ഥാപിക്കാൻ എനിക്ക് പറ്റണം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ സ്ഥാനം തിരിച്ചറിയുന്നതാണ് യഥാർത്ഥത്തിൽ എളിമ. സ്വയം താഴ്ത്തി പറയുന്നത് എളിമയല്ല, സ്വയം കുറച്ച് കാണുന്നത് എളിമയല്ല, സ്വന്തം കുറ്റങ്ങൾ പറയുന്നത് എളിമയല്ല, ഞാൻ മോശക്കാരനാണോ, എനിക്ക് കഴിവില്ലാത്തവനാണോ എന്ന് പറയുന്നത് എളിമയല്ല. അത് സ്വയം ഇകഴ്ത്തലാണ്, അത് തെറ്റായ പ്രവണതയാണ്. എന്നാൽ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഞാൻ എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് എന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥത്തിലുള്ള എളിമ. മറ്റുള്ളവരെ തങ്ങളെക്കാൾ ബഹുമാനരായി കാണാനും മറ്റുള്ളവരെ ബഹുമാനിക്കാനും ആദരിക്കാനും അവരെ സ്നേഹിക്കാനും കഴിയുന്നിടത്താണ് എളിമ ഉണ്ടാവുന്നത്. അതാണ് ഫിലിപ്പിയർക്കുള്ള ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ പറഞ്ഞത്, ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കുണ്ടാവട്ടെ. അവൻ മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് കരുതി ബഹുമാനിച്ചു, മറ്റുള്ളവരുടെ ആവശ്യം പരിഗണിച്ചു. ഫരിസേയൻ മറ്റുള്ളവരിൽ നിന്ന് തന്നെ അകറ്റി നിർത്തി. ഏറ്റവും മുമ്പിൽ പോയി എന്നിട്ട് പറഞ്ഞു, ഞാൻ അവരെ പോലെ ആരെ പോലെയും അല്ല, ഞാൻ മാറ്റി നിർത്തപ്പെടേണ്ട ശ്രേഷ്ഠനായ വ്യക്തിയാണ്. ദൈവതിരുസന്നിധിയിലെ ദിവ്യബലിയിൽ പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ സന്നിധിയിൽ വരുമ്പോൾ ഒരിക്കലും എൻ്റെ നേട്ടങ്ങളിലേക്കും എൻ്റെ ചെയ്തികളിലേക്കും എൻ്റെ കഴിവുകളിലേക്കും നോക്കി അഹങ്കരിക്കാതെ, എത്രമാത്രം പ്രാർത്ഥിച്ചു, എത്രമാത്രം ഉപവാസമെടുത്തു, എത്ര കുർബാനയെ പങ്കുകൊണ്ടു, എല്ലാ ദിവസവും പള്ളിയിൽ പോയി എന്ന് പറഞ്ഞ് അഹങ്കരിക്കാതെ, ദൈവമേ, നിന്റെ സന്നിധിയിൽ ഞാൻ ഇപ്പോഴും പാപിയാണ്, യോഗ്യതയില്ലാത്തവനാണ്, എൻ്റെ ചുറ്റുമുള്ളവർ ഓരോരുത്തരും എൻ്റെ സഹോദരങ്ങളാണ്, അവരെ ഞാൻ ബഹുമാനിക്കേണ്ടതാണ്, അവരെ ആദരിക്കേണ്ടതാണ്, അവർക്ക് തെറ്റുപറ്റിയാലും ദൈവസന്നിധിയിലേക്ക് തിരിച്ചു ചെല്ലാൻ യോഗ്യതയുള്ളവരാണ് അവർ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കുണ്ടാവട്ടെ. നമ്മളിലെ ഉള്ളിലുള്ള ഫരിസേയ മനോഭാവത്തെ നമുക്ക് ദൂരെ അറിയാം. എളിമയോടെ ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലാം. എൻ്റെ കഴിവ് നോക്കിയല്ല, എൻ്റെ സാമർഥ്യം നോക്കിയല്ല, എൻ്റെ നേട്ടങ്ങൾ നോക്കിയല്ല ദൈവം എന്നെ സ്നേഹിക്കുന്നത്. സ്വന്തം നേട്ടത്തിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കാതെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ദൈവത്തെ സ്നേഹിക്കാം. ദൈവസന്നിധിയിൽ സ്നേഹത്തോടെ കടന്നു ചെല്ലാൻ, ബാഹ്യമായവയിൽ കുരുങ്ങിപ്പോകാതെ ആന്തരിക മനോഭാവത്തെ വിശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.